കള്ളാടി ദുരന്തം സ്ഥലത്ത് സന്ദർശിച്ച ശേഷം ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നേരത്തെ തന്നെ ഇന്നത്തെ തെരച്ചിലിൽ ആദ്യ 2 മണിക്കൂറിനുള്ളിൽ 2 മൃതദേഹങ്ങൾ ലഭിച്ചു. ഇതോടുകൂടി മരണം 5 ആയിരിക്കുന്നു. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനായി സോൺ തിരിച്ചുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ആ ദുരന്തബാധിത സ്ഥലത്ത് അവിടെ എത്തി അവിടെ ദുരന്തബാധിതരെ കാണുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ സന്ദർശിക്കുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതിനുശേഷം ഇതാ ചികിത്സയിലുള്ളവരെ കൂടി കാണുകയാണ്. ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പിന്നീട് ക്യാമ്പിൽ ഉള്ള ചിലരുടെ അഭിപ്രായങ്ങൾ നേരത്തെ നമ്മൾ കേട്ടു. അവർക്ക് കൃത്യമായ പ്രോപ്പറായ വസ്ത്രമോ ഭക്ഷണമോ പല്ല് തേക്കാൻ ഉള്ള ബ്രഷോ മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല എന്നൊക്കെ പരാതി നമ്മളോട് തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് പിണറായി വിജയനോട് ഇത് അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞു. ഇപ്പോഴിതാ ചികിത്സയിലുള്ളവരെ കാണുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവരങ്ങളുമായി ലതീഷ് ഒപ്പം ചേരുന്നു. ലതീഷ്, ചികിത്സയിലുള്ളവരെ കാണുകയാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. അവർ സ്വാഭാവികമായി ICUലായിരിക്കും അല്ലേ? ഇപ്പോൾ ആരെയൊക്കെയാണ് അദ്ദേഹം കാണുന്നത് പിണറായി വിജയൻ? അജിംഷാദ്, ജനറൽ വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരാണ് വിംസ് ആശുപത്രിയിലുള്ളത്. ആ 4 പേരെയും പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കാണുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേർ ICUവിൽ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരം. അത് നേരത്തെ തന്നെ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തിയ പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയും പരിക്കേറ്റവരെ കണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൽ എല്ലാവരും തന്നെ. ഇതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ മലയാളിയായിട്ടുള്ളത്. അദ്ദേഹം എറണാകുളം സ്വദേശിയായ കുഞ്ചുവാണ്. അദ്ദേഹത്തിനും പരിക്കേറ്റിരുന്നു. ഇവിടെ നിന്നും ആശുപത്രിയിൽ എത്തിയ പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഡോക്ടർമാരുമായും ഇവരുടെ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനു ശേഷമായിരിക്കും പിണറായി വിജയൻ കൽപ്പറ്റയിലേക്ക് മടങ്ങുക. അവിടെ വാർത്താ സമ്മേളനവും അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയാണ് മലയാളിയായ കുഞ്ചു. ഇപ്പോൾ അദ്ദേഹത്തെയാണ് അദ്ദേഹം ഇന്നലെ നമ്മളോട് ചില കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നു രതീഷ്. കാരണം കുഞ്ചുവിനെയാണ് കാണുന്നത് അല്ലേ? ജയരാജനും ഇവരെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയും റഫീഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവർക്കൊപ്പമുണ്ട്. രാവിലെ 9 മണിയോടുകൂടിയാണ് കൽപ്പറ്റയിൽ നിന്നും യാത്ര തിരിച്ചത്. നേരെ കള്ളാടിയിലാണ് എത്തിയത്. കള്ളാടിയിൽ ദുരന്ത മുഖത്ത് അവർ സന്ദർശനം നടത്തി. ശേഷം ക്യാമ്പ് സന്ദർശിച്ചു. ക്യാമ്പിൽ നിന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഇവിടെ ചികിത്സയിൽ കഴിയുന്നവരുമായി സംസാരിക്കുന്നു. ഒപ്പം ഡോക്ടർമാരുമായും ഇവരുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വിലയിരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് ശേഷമായിരിക്കും ഇരുവരും ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്ക് മടങ്ങുക. അജിംഷാദ്, അതായത് നിരവധി ദുരന്തങ്ങളെ ടാക്കിൾ ചെയ്ത അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത ആ ഒരു അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനെ അതിജീവിക്കുന്നതിൻ്റെ മാർഗമായി മാത്രമല്ല അവിടെ ഉള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്നത്, അവിടെ കൂടുതൽ സജീവമായി പ്രവർത്തന സജ്ജമാകുന്നത്, ദുരന്ത ബാധിതർക്ക് ചികിത്സയിലുള്ളവർക്ക് അനുകൂലമായി കൂടുതൽ സാഹചര്യം സൃഷ്ടിക്കുന്നതിനൊക്കെ ഗുണപരമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സന്ദർശനം. കാരണം നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിരവധി പ്രളയങ്ങളും കോവിഡ്, നിപ അടക്കമുള്ള മറ്റ് പകർച്ചവ്യാധികളും പിന്നീട് വലിയ വലിയ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി മാതൃകാപരമായി അതിനെ അതിജീവിച്ച് പുനഃസൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അനുഭവ പരിജ്ഞാനമുണ്ട്. അതാണ് തീർച്ചയായും ഇവിടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്നു. അവിടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് അവർക്ക് ഗുണപരമായ രീതിയിലേക്ക് പോകുന്നു. കാരണം ഏറ്റവും ക്രിയാത്മകമായൊരു പ്രതിപക്ഷമാണ് തങ്ങളുടേതെന്നാണ് പറഞ്ഞത്. സർക്കാർ ദുരന്തബാധിതർക്ക് ദുരന്തത്തെ അതിജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ പൂർണ്ണ പിന്തുണ. മുമ്പ് ഉള്ള പ്രതിപക്ഷം അങ്ങനെ ആയിരുന്നില്ല നാം കണ്ടത്. പക്ഷേ ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ആ ഉത്തരവാദിത്തത്തോടു കൂടി, ആ ഔന്നത്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചതും പ്രതികരിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രവർത്തനത്തെയും കാണേണ്ടത്, ഇപ്പോൾ ഈ സന്ദർശനത്തെയും കാണേണ്ടത്. ലതീഷ്, തീർച്ചയായും അജിംഷാദ്, ആ നിലയിൽ തന്നെ വേണം ഈ സന്ദർശനത്തെ കാണാൻ. കാരണം കഴിഞ്ഞ 10 വർഷം കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തെ മുന്നോട്ട് നയിച്ച, ചേർത്ത് പിടിച്ച് ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോയ ഒരു നേതാവ് കൂടിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ അദ്ദേഹം
എങ്ങനെ ഇടപെട്ടു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ സർക്കാർ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇപ്പോൾ എത്രത്തോളം കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നുണ്ട്, എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിന് ഇത്തരം ഒരു സന്ദർശനത്തിലു കൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പഴിചാരുന്ന വിമർശിക്കുന്ന ഒരു പ്രതികരണം ഈ അപകടം നടന്ന് ഈ സമയം വരെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത് ഈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അതെ 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 അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും. പക്ഷേ വീഴ്ചകൾ ഉണ്ടാകരുത്, വീഴ്ചകൾ ഉണ്ടായാൽ കൃത്യമായി ചോദ്യം ചെയ്യും. അങ്ങനെ വളരെ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം, മുൻകാലത്ത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ രീതിയിൽ ഈ സ്റ്റൈലല്ലായിരുന്നു അവർ അപ്ലൈ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത്. കാരണം കോവിഡ് റാണി എന്ന് വിളിക്കുന്നു, നിപ്പ രാജകുമാരി എന്ന് വിളിക്കുന്നത്, ഏതായാലും പകർച്ചവ്യാധിയുടെ ഘട്ടത്തിലായാലും ദുരന്തബാധിത. പക്ഷേ അങ്ങനെയുള്ള ഒരു രീതിയല്ല തങ്ങൾ തുടരുന്നത്. തങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമാണ്. ദുരന്തബാധിതർ ജനതയുടെ ജീവിതം കൂടുതൽ സുഭദ്രമാകാനുള്ള ഇടപെടൽ, അതിന് സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കൽ കൂടിയാണ്, അല്ലെങ്കിൽ അത് മെച്ചപ്പെടാനാണ് പ്രതിപക്ഷം എന്ന ക്രിയാത്മക വശമാണ് ഉയർത്തിക്കാട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദർശനമാണ് ലതീഷ് സൂചിപ്പിച്ചതുപോലെ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ആ നിലയിൽ തന്നെ വേണം ഈ സന്ദർശനത്തെ കാണാൻ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരമൊരു അനുഭവമുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇത്തരം ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് കേരളത്തെ മുന്നോട്ട് നയിച്ചൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സമാനതകളില്ലാത്ത ദുരന്തം കേരളം നേരിട്ടിട്ടുണ്ട്. പ്രളയമാണെങ്കിലും അതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ ആണെങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചതും. അത് ഏറ്റവും സമർത്ഥമായി തന്നെ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അനുഭവ പരിചയവും കൂടി ശ്രീ പിണറായി വിജയനുണ്ട്. ആ നിലയിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ദുരന്തവും ദുരന്തശേഷം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുമെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഇവിടെ സന്ദർശന ശേഷമുള്ള ഒരു പ്രതികരണം നടത്തുക. അത് ഏതായാലും പ്രധാനപ്പെട്ടത് തന്നെയാവുകയും ചെയ്യും. അജിൻഷാദ്, തീർച്ചയായും